നമസ്കാരം. കേരള ജിഹാദികളുടെ ഒരു സോഷ്യൽ മീഡിയ മുഖമാണ് 2018 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച റിട്ടയർഡ് ജസ്റ്റിസ് ബി കമാൽ പാഷ. 2025 ഫെബ്രുവരി മാസം 8-ാം തീയതിയാണ് അദ്ദേഹം ജസ്റ്റിസ് കമാൽ പാഷ വോയിസ് എന്ന പേരിൽ തൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തൻ്റെ വീഡിയോകൾ നിഷ്പക്ഷമായിരിക്കുമെന്നും അതുപോലെ തന്നെ ജനങ്ങൾക്ക് നിയമപരമായ കാര്യങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു. 2025 ഫെബ്രുവരി മാസം 16-ാം തീയതിയാണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ ഞാൻ വരുന്നു എന്നുള്ള തൻ്റെ ആദ്യ വീഡിയോയുമായി അദ്ദേഹം തൻ്റെ യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്തത്. അന്നു മുതൽ ഇന്നുവരെ ഏകദേശം 1000-ൽ പരം വീഡിയോകൾ അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. അവ നിങ്ങൾ കൂലങ്കക്ഷമായി പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ശബ്ദമില്ലാത്തവർ എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത് മതതീവ്രവാദികൾ ആണ്. അവരുടെ ശബ്ദമാകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. കൂടാതെ നിഷ്പക്ഷത എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മതതീവ്രവാദികളുടെ പക്ഷമാണ്. നിയമപരമായ വിഷയങ്ങളിൽ എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരൻ്റെ അഭിപ്രായത്തെ കണക്കിലെടുക്കുന്നത് പോലെ അല്ല ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ അഭിപ്രായത്തെ സാധാരണ ജനങ്ങൾ കണക്കിലെടുക്കുക. അത് കൂടുതൽ ആധികാരികത ഉള്ളതാണെന്ന് അവർ കരുതും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ അഭിപ്രായം തല തിരിഞ്ഞത് ആണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ വഴിതെറ്റിപ്പോവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ തല തിരിഞ്ഞ ഒരു പ്രസ്താവനയായിരുന്നു പാലത്തായി കേസിനുള്ള അടിസ്ഥാന കാരണം. 2019 ഡിസംബർ മാസം 11-ാം തീയതിയാണ് നമ്മുടെ പാർലമെൻറ്റ് CAA നിയമം പാസ്സാക്കിയത്. 12-ാം തീയതി പ്രസിഡന്റ് ഒപ്പിട്ടു. അതോടെ അത് നിയമമായി. എന്നാൽ അതിനും വളരെ മുന്നേ തന്നെ വളരെ ശക്തമായ ആക്രമണമാണ് CAA നിയമത്തിനെതിരെ ബി കമാൽ പാഷ അഴിച്ചുവിട്ടത്. CAA നിയമം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അവരുടെ പൗരത്വം നഷ്ടപ്പെടും എന്നും അതിനാൽ അഥവാ ഇനി ഏതെങ്കിലും കോടതി ഉത്തരവുകൾ വന്നാൽ പോലും അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ CAA നിയമത്തിന് എതിരെ പ്രതികരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അത് സത്യത്തിൽ ഒരു കലാപ ആഹ്വാനം ആയിരുന്നു. എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് TGയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചതുപോലെ ഉള്ള ഒരു നടപടിയും കേരള പോലീസ് പാഷയ്ക്കെതിരെ എടുത്തില്ല. അതിനുള്ള കാരണം എന്താണെന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഇതിനകം നീണ്ട 6.5 വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഒരു മുസ്ലിമിനും അവരുടെ പൗരത്വം ഇതുവരെയും നഷ്ടപ്പെട്ടിട്ടില്ല. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബി കമാൽ പാഷ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവിടുത്തെ സാധാരണക്കാരായ മുസ്ലിമുകളെ പറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നും അതുപോലെ അവരെ ഭീതിയിലാഴ്ത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നുമാണ്. ഏതിനും 2019 ഡിസംബർ മാസത്തിലും 2020 ജനുവരി മാസത്തിലുമായി പത്മരാജൻ മാസ്റ്റർ തൻ്റെ ഫേസ്ബുക്കിൽ CAA നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നു. അവിടെയാണ് ഈ പാലത്തായി കേസിൻ്റെ ആരംഭം. അതിനുള്ള ഏക കാരണക്കാരൻ ഈ റിട്ടയർഡ് ജസ്റ്റിസ് ബി കമാൽ പാഷ മാത്രമാണ്. പാലത്തായി എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അപ്പോൾ ഈ പാഷയുടെ വാക്കുകൾ കേട്ട് പേടിച്ചിരുന്ന അവിടുത്തെ മുസ്ലിമുകൾ ഈ പത്മരാജൻ്റെ പോസ്റ്റ് കൂടി വന്നപ്പോൾ അതിനെക്കുറിച്ചിട്ട് പള്ളികളിൽ യോഗം ചേരുന്നു, അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നു. പാലത്തായി സ്കൂളിലെ ഈ മുസ്ലിം കുട്ടികളുടെ മാതാപിതാക്കൾ അധികൃതരെ സമീപിച്ച് തങ്ങളുടെ കുട്ടികളുടെ TC ആവശ്യപ്പെടുന്നു. ഏകദേശം 40 പേരുടെ TC ആണ് ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ പത്മരാജനോട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം അതിന് വഴങ്ങുന്നു. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നു. TC ആവശ്യപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കളെ അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സ്കൂളിലെ അറബിക് ടീച്ചറായ ലൈലാബി ടീച്ചർ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ അതിജീവിതയുടെ ബാപ്പ വളരെ നേരത്തെ തന്നെ മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതിനാൽ ഈ കുട്ടിയുടെ അമ്മാവനെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ സന്ദർശിച്ച വേളയിൽ ഈ അമ്മാവൻ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കേസിലെ 11-ാം സാക്ഷിയായിരുന്ന ലൈലാബി ടീച്ചർ ആ ചോദ്യം കോടതിയെയും അറിയിച്ചിട്ടുള്ളതാണ്. ഈ അമ്മാവൻ ചോദിച്ചത് ഈ പത്മരാജൻ മാസ്റ്ററെ ഏതെങ്കിലും കേസിൽ കുരുക്കി ഒഴിവാക്കാൻ സാധിക്കില്ലേ ടീച്ചറെ എന്നായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പത്മരാജൻ മാസ്റ്ററെ കൊടുക്കാനുള്ള ഗൂഢാലോചനയും അതിനുള്ള ബീജാഭാവവും നേരത്തെ തന്നെ നടത്തിയിരുന്നു എന്ന്. 2025 നവംബർ മാസം 14-ാം തീയതിയാണ് തലശ്ശേരിയിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതി പത്മരാജൻ മാസ്റ്ററെ സ്വാഭാവിക മരണം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞിട്ട് 16-ാം തീയതി ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന് അവകാശപ്പെടുന്ന കമാൽ പാഷ തൻ്റെ വീഡിയോയുമായി രംഗത്ത് വരുന്നു. അതിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പാലത്തായി പീഡന കേസിൽ
പത്മരാജൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അയാള് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അയാൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ഉള്ള പണികളെല്ലാം പോലീസുകാരങ്ങ് കളിച്ചു അതിനകത്ത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പത്മരാജന് ജാമ്യം അനുവദിച്ചത് BJPയും UDFും കൂടിയുള്ള ഒത്തുകളിയുടെ ഫലമാണെന്നാണ് ഇപ്പോൾ LDF ആരോപിക്കുന്നത്. എന്നാൽ 2020 LDF ആയിരുന്നു കേരളം ഭരിച്ചിരുന്നത്. അപ്പോൾ അന്ന് ഒരു RSSകാരനായ പത്മരാജനെ രക്ഷിക്കാൻ വേണ്ടി പിണറായിയുടെ പോലീസ് ശ്രമിച്ചു എന്നാണ് ഈ പാഷാണം പറയുന്നത്. ആദ്യം പത്മരാജനെതിരെ ഫയൽ ചെയ്തിരുന്നത് ഒരു ഇടക്കാല കുറ്റപത്രം മാത്രമായിരുന്നു. നാം പ്രത്യേകം ഓർക്കേണ്ടത് അതിൽ പോക്സോ വകുപ്പുകൾ ചേർത്തിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അപ്പോഴും ഈ അന്വേഷണം നടക്കുകയായിരുന്നു. അങ്ങനെ 90 ദിവസത്തിനകത്ത് ഈ ഫൈനൽ കുറ്റപത്രം ഫയൽ ചെയ്യാത്തത് കൊണ്ട് ഈ പത്മരാജന് സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ് കിട്ടിയത്. അതായത് 90 ദിവസത്തിനകത്ത് ഈ കുറ്റപത്രം ഫയൽ ചെയ്യാത്ത പക്ഷം പ്രതിക്ക് സ്വാഭാവികമായിട്ടും ജാമ്യം നൽകേണ്ടതുണ്ട്. അങ്ങനെയാണ് പത്മരാജന് ജാമ്യം ലഭിച്ചത്, അല്ലാതെ ആരുടെയും സഹായത്താൽ ആയിരുന്നില്ല. തുടർന്ന് നവംബർ മാസത്തിലാണ് കള്ളനായ DSP രത്നകുമാർ അന്വേഷണത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത്. അദ്ദേഹം കുട്ടി നേരത്തെ പറഞ്ഞ പീഡനം നടത്തി എന്ന് പറഞ്ഞ സ്ഥലം തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ വ്യാജമായ ഒരു അന്തിമ കുറ്റപത്രം ഫയൽ ചെയ്തത് ഈ രത്നകുമാറാണ്. എന്നിട്ടും ഈ പാഷാണം പറയുന്നത് അന്നത്തെ പോലീസുകാർ ഈ പത്മരാജന് ജാമ്യം കിട്ടാൻ വേണ്ടി ഒത്തു കളിച്ചു എന്നാണ്. നാം മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിന് ഈ കേസിനെ കുറിച്ചിട്ട് ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ്. അയാളൊരു RSS പ്രവർത്തകനാണ്. അപ്പോൾ അത് വന്നപ്പോൾ പോലീസിലുള്ള RSSകാരെല്ലാം കൂടെ ചേർന്ന് റെഡിയാക്കി ആ കുഞ്ഞിൻ്റെ മൊഴി, 4ാം ക്ലാസ്സുകാരിയുടെ മൊഴിയിലെ ഡേറ്റ് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാണ്. ആ കുഞ്ഞ് കള്ളം പറയുന്നതാണെന്നാണ്. അടുത്ത ആരോപണം 4ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി ഒരു ദിവസം തെറ്റിച്ച് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അവൾ പറയുന്നതൊക്കെ കള്ളമാണെന്ന് അന്നത്തെ RSSകാരായ പോലീസുകാർ വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ DGP ശ്രീജിത്ത് IPSനെ കുറിച്ചിട്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ഏതായാലും അന്നും കേരളം ഭരിച്ചിരുന്നത് LDF സർക്കാർ തന്നെ ആയിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു കൊച്ചുകുട്ടി പറയുന്ന ഡേറ്റോ സമയമോ ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കോടതിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പോലീസ് ഉദ്യോഗസ്ഥർക്കും മനസ്സിലാക്കാൻ സാധിക്കും. പോസ്കോ നിയമം അത് അനുവദിക്കുന്നതും ആണ്. എന്നാൽ ഇവിടെ ഈ കുട്ടി സീൻ മഹസർ എടുക്കുന്ന വേളയിൽ പോലീസിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞ ടോയ്ലറ്റ് ഇവിടെ വച്ചിട്ടാണ് എന്നെ പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു അകത്ത് നിന്ന് കുറ്റിയിട്ടാണ് തന്നെ പീഡിപ്പിച്ചത്. അതിനുശേഷം പറഞ്ഞു തൻ്റെ ഷോൾ കൊണ്ട് കൈകൾ ബന്ധിച്ചതിന് ശേഷം പത്മരാജൻ മാസ്റ്റർ മുണ്ടുരിഞ്ഞതിന് ശേഷം ഈ കുട്ടിയുടെ വായിൽ കുത്തിക്കയറ്റി ചുറ്റിനും കെട്ടിട്ടു എന്നും അതിനുശേഷം അദ്ദേഹം പോയി എന്നും വളരെ കഷ്ടപ്പെട്ടാണ് താൻ ഈ പത്മരാജൻ്റെ മുണ്ട് ഔത്തെടുത്തതെന്നും കുട്ടി പോലീസിന് മൊഴി കൊടുത്തു. അപ്പോൾ എൻ്റെ പൊന്നു ജഡ്ജി ആമാനെ അങ്ങ് പറയൂ, ഈ കുട്ടിക്ക് പിന്നെ ആ ടോയ്ലറ്റ് മാറ്റി പറയാനുള്ള, പ്രത്യേകിച്ചും പോക്സോ കേസിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം തുലാസിലാടുന്ന അവസരത്തിൽ ഒരു കുട്ടിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? പറഞ്ഞാൽ തെറ്റല്ലേ? അതിനർത്ഥം മറ്റാരോ കുട്ടിക്ക് ക്ലാസ് എടുത്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി മൊഴി മാറ്റി പറഞ്ഞു എന്നല്ലേ? അങ്ങനെ ഒന്ന് രണ്ടുമല്ല, പത്മരാജൻ മാസ്റ്റർ തന്നെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി, അതിനുശേഷം ഓൺ ദ വേ ഒരു ഹോട്ടലിൽ കയറ്റി ഫുഡ് വാങ്ങിച്ചു കൊടുത്തു, അതിനുശേഷം ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഒരു സന്യാസിയെ കാണിപ്പിച്ചു, അദ്ദേഹത്തിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചു, അതിനുശേഷം മറ്റൊരു ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ 5000 നമ്പർ ബുള്ളറ്റിൽ വന്ന ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ തന്നെ പീഡിപ്പിച്ചു, അതിനുശേഷം തന്നെ വെള്ളത്തിൽ ബാത്ത് ടബിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചു. ഇങ്ങനെയുള്ള ഏകദേശം 178 കള്ളങ്ങളാണ്, കോൺട്രഡിക്ഷൻസ് ആണ് ഈ കുട്ടി പറഞ്ഞത്. കാരണം ഈ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ അവർ ആവശ്യപ്പെട്ടു ഒരു IPS ഓഫീസറെ, വനിതാ IPS ഓഫീസറെ അന്വേഷിക്കാൻ വേണ്ടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തണം എന്ന്. അങ്ങനെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട പ്രകാരം ഒരു വനിതാ IPS ഓഫീസർ വന്നു. അതിനുശേഷം അവർ ഈ കുട്ടിയെ മൊഴിയെടുത്ത വേളയിലെല്ലാം തന്നെ അത് വീഡിയോ റെക്കോർഡിംഗ് നടത്തിയിരുന്നു. എന്നിട്ട് പോലും ഈ കുട്ടി ഈ സാക്ഷി വിസ്താര സമയത്ത് കോടതിയിൽ മൊഴി കൊടുത്ത വേളയിൽ കുട്ടി പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന്. കമാൽ പാഷയെ, നിങ്ങളായിരുന്നു ജഡ്ജിയെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് എന്ത് തീരുമാനം എടുക്കുമായിരുന്നു? മെഡിക്കൽ പരിശോധനയിലൊക്കെ സംഭവം സത്യമാണെന്ന് തെളിഞ്ഞതാണ്. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ ആരും തയ്യാറായില്ല. അവസാനം പിന്നെ എന്തോ ഭാഗ്യത്തിന് അതായത് ആ കുട്ടിയുടെ എന്ന് വെച്ചാൽ ഇവൻ്റെ ദൗർഭാഗ്യത്തിനും ആ കേസ് അന്വേഷിച്ച് ചാർജ് കൊടുത്തു. ഇപ്പോൾ അത് ശിക്ഷയിൽ കലാശി.
പിന്നെ ഇയാൾ പറയുന്നത് മെഡിക്കൽ പരിശോധനയിൽ എല്ലാം സത്യമാണെന്ന് തെളിഞ്ഞു പോലും. ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് പറയുന്നത് എന്ന് ഓർക്കണം. ഇയാൾ എങ്ങനെയാണ് ഹൈക്കോടതി ജഡ്ജി ആയത് എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും വളരെ ബലമായ സംശയം ഉണ്ട്. ഒരു പെൺകുട്ടി വജൈനയിൽ വിരലുകളോ മറ്റോ കടത്തുന്നതിലൂടെ അവളുടെ കന്യാചർമ്മത്തിനോ മറ്റോ എന്തെങ്കിലും മുറിവുകൾ പറ്റിക്കഴിഞ്ഞാൽ അതിനെ മെഡിക്കൽ ടേംസിൽ ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് സെൽഫ് ഇൻഫ്ലിക്റ്റഡ് വജൈനൽ ഇഞ്ചുറി, ഹൈമനാൽ ടിയർ ഡ്യൂ ടു നോൺ ക്വയറ്റൽ കോസ്, ട്രോമാറ്റിക് ഹൈമനാൽ ഇഞ്ചുറി അല്ലെങ്കിൽ സെൽഫ് ഡിജിറ്റൽ മാനിപ്പുലേഷൻ, വജൈനൽ ഇഞ്ചുറി ഡ്യൂ ടു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഫിംഗേഴ്സ് എന്നൊക്കെ ആണ്. അത് റേപ്പോ സെക്ഷൽ അസാൾട്ടോ അല്ല. സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്നത് ഒരാളുടെ സമ്മതമില്ലാതെ മറ്റൊരാൾ അയാളുടെ ദേഹത്ത് സ്പർശിക്കുന്നതോ അത്തരം തെറ്റായ രീതിയിൽ പെരുമാറുന്നതോ അല്ലെങ്കിൽ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതോ ആണ്. അതൊരു ക്രിമിനൽ കുറ്റമാണ്. ഡോക്ടർമാർ ഒരിക്കലും അവരുടെ റിപ്പോർട്ടിൽ സെക്ഷൽ അസോൾട്ട് നടന്നതായിട്ട് എഴുതില്ല. മറിച്ച് ഈ ഹൈമനും മറ്റും പരിക്ക് പറ്റി എന്ന് മാത്രമേ എഴുതൂ. അങ്ങനെ സെക്ഷൽ അസാൾട്ട് നടന്നതായിട്ട് എഴുതാനുള്ള അധികാരവും അവർക്കില്ല. കോടതികൾക്കാണ് ഈ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെയും മറ്റ് തെളിവുകളുടെയും കൂടി അടിസ്ഥാനത്തിൽ സെക്ഷൽ അസാൾട്ട് നടന്നോ ഇല്ലയോ എന്ന് കണ്ടെത്തേണ്ടത്. അങ്ങനെ ഇരിക്കെയാണ് ഈ കമാൽ പാഷ പറയുന്നത് മെഡിക്കൽ റിപ്പോർട്ടിൽ എല്ലാം സത്യമായി തെളിഞ്ഞു എന്ന്. ഇത് ഇയാൾ ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജിമാർക്ക് വരെ ഒരു അപവാദമാണ്. കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ പൂർണിമ അവരുടെ ചീഫ് വിസ്താരത്തിൽ, അതായത് പ്രോസിക്യൂഷൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടി, അതിൻ്റെ കോടതിയിൽ അവർ നൽകിയ മൊഴിയുടെ പകർപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. ജനറ്റാലിയെ പരിശോധിച്ചപ്പോൾ പെരീനിയൽ ഏരിയയിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എന്നും കന്യാചർമ്മത്തിൽ 3 o'clock പൊസിഷനിൽ മുറിവുണ്ടായിരുന്നു എന്നും പുറമേ മറ്റു മുറിവുകൾ ഇല്ലായിരുന്നു എന്നും പറയുന്നത്. തുടർന്നാണ് ഡോക്ടറിനെ കൊടുക്കാനായി സെക്ഷൽ അസോൾട്ട് നടന്നോ എന്ന ചോദ്യം പ്രോസിക്യൂഷൻ ചോദിക്കുന്നത്. നിയമമറിയാത്ത അവർ സെക്ഷൽ അസാൾട്ടിൻ്റെ ചരിത്രമുണ്ട് എന്നും വജൈനയിൽ പെനിട്രേഷൻ നടന്നതിന് തെളിവുണ്ടെന്നും മറുപടി നൽകുന്നു. പ്രോസിക്യൂഷൻ്റെ അഭിഭാഷക എത്തിക്സുള്ള ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ ഡോക്ടറോട് സെക്ഷൽ അസോൾട്ടിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നില്ല. പകരം അവിടെ മുറിവുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് മാത്രമേ ചോദിക്കുമായിരുന്നുള്ളൂ. കാരണം ഈ ഡോക്ടർക്ക് ഈ സെക്ഷൽ അസോൾട്ട് എന്താണ്, ഈ പെനട്രേഷൻ എന്താണ് എന്നൊന്നും തന്നെ പറയാൻ കഴിയില്ല. കാരണം അവർക്ക് നിയമം അറിയില്ല, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അവർക്ക് അറിയില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ ഇഷ്ടമില്ലാതെ മറ്റൊരാൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അതിനെ സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത്. മറിച്ച് പെൺകുട്ടി സ്വന്തമായി തന്നെ ഈ വിരൽ കടത്തിയാലും മറ്റും അതും പെനട്രേഷൻ ആകും. പക്ഷേ ഒരിക്കലും തന്നെ അതൊരു സെക്ഷൽ അസോൾട്ട് ആകത്തില്ല. കാരണം ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്നെ സ്വയം അസോൾട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഈ നിയമം പറയുന്നത്. തുടർന്ന് ക്രോസ് വിസ്താര സമയത്ത്, അതായത് പ്രതിയുടെ അഭിഭാഷകൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ ഡോക്ടർ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിയുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് ഉള്ള ആക്ടിവിറ്റികളുടെ ഫലമായിട്ട് വേണമെങ്കിലും ഇത്തരത്തിലുള്ള മുറിവുകൾ വരാം. അതുപോലെ സൈക്ലിംഗ്, മരത്തിൽ കയറുക, അങ്ങനെയുള്ള അവസരത്തിലും ഇത്തരത്തിലുള്ള മുറിവുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്വയം ഭോഗം ചെയ്യുന്ന അവസരത്തിലോ അല്ലെങ്കിൽ ഈ മാസമുറയുടെ സമയത്ത് ടാമ്പൺ കയറ്റി വയ്ക്കുമ്പോഴോ ഒക്കെ വേണമെങ്കിലും ഇത്തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ ഡോക്ടർ മൊഴി കൊടുക്കുന്നുണ്ട്. ഇതിനെയാണ് കമാൽ പാഷാണം മെഡിക്കൽ പരിശോധനയിൽ എല്ലാം സത്യമാണെന്ന് തെളിഞ്ഞു എന്ന് വിളിച്ച് കൂവുന്നത്. എന്താണ് തെളിഞ്ഞത്? ഈ കുട്ടിയുടെ കന്യാചർമ്മത്തിൽ മുറിവുണ്ട് എന്നാണോ? അതല്ല, പത്മരാജൻ തന്നെ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണോ? എന്താണ് തെളിഞ്ഞത്? പത്മരാജൻ ഈ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതിന് തെളിവുണ്ടെന്ന് അയാളെ ശിക്ഷിച്ച കോടതി പോലും പറഞ്ഞില്ല. കോടതി ആശ്രയിച്ചത് 128 കോൺട്രഡിക്ഷൻസ് ഉള്ള ഈ അതിജീവിതയുടെ മൊഴിയെ മാത്രം ആയിരുന്നു. ആ മൊഴികളാണ് ഇപ്പോൾ വിശ്വാസയോഗ്യം അല്ല എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി പറഞ്ഞത്. എന്നാൽ ആ വിധിക്ക് ശേഷം ഈ കമാൽ പാഷാണം വായ തുറന്നിട്ടേയില്ല, ഒന്നും മിണ്ടിയിട്ടേ ഇല്ല. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ ഇതാ ഞാൻ വരുന്നു എന്നാണ് കമാൽ പാഷ തൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് തൃശ്ശൂർ ചാവക്കാട്ട് ഒരു ലേഡി ഡോക്ടർ അവരുടെ ഭർത്താവിൻ്റെ വീടിന് മുന്നിൽ സത്യാഗ്രഹം നടത്തുകയാണ്. തൻ്റെ 10 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുമായി സത്യാഗ്രഹം നടത്തുകയാണ്. അവരുടെ ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഡൈവോഴ്സ് ചെയ്യാതെ അവരുടെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചു എന്നാണ്. തൻ്റെ കല്യാണ സമയത്ത് നൽകിയ 100 പവൻ്റെ ആഭരണവും ഏകദേശം 10 ലക്ഷത്തോളം രൂപയും തനിക്ക് തിരിച്ചു കിട്ടണമെന്നും തനിക്കും തൻ്റെ മകൾക്കും ഈ മെയിൻ്റനൻസ് നൽകണമെന്നുമാണ് അവർ ആവശ്യപ്പെടുന്നത്.
ഇതാണ് യഥാർത്ഥത്തിൽ ശബ്ദമില്ലാത്തവരുടെ അവസ്ഥ. എന്നാൽ ഒരു കാക്ക പറന്നു പോയാൽ പോലും അതിനെക്കുറിച്ചിട്ട് വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ കമാൽ പാഷ ആ സംഭവം അറിഞ്ഞിട്ടും അതിനെക്കുറിച്ചിട്ട് ഇതുവരെ കമാ ശിവ എന്നൊരക്ഷരം ഇതുവരെയും മിണ്ടിയിട്ടില്ല. അയാൾ ഇനിയൊട്ട് മിണ്ടാനും പോകുന്നില്ല. കാരണം അത്ര ദുഷിച്ചതാണ് ഈ സുഡാപ്പിയുടെ മനസ്സ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പത്മരാജൻ മാസ്റ്റർ ജയിൽ മോചിതനായി. അദ്ദേഹം അഡ്വക്കേറ്റ് പ്രേമരാജൻ്റെ ഓഫീസിൽ നിന്നും എന്നെ വിളിച്ചിരുന്നു. എന്നോട് നന്ദി രേഖപ്പെടുത്തി. അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ മംഗളങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂടി അദ്ദേഹത്തിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. നമ്മുടെയൊക്കെ ആ ആകാംക്ഷയ്ക്കും ഒക്കെ തന്നെ ഒരു പരിസമാപ്തി വന്നിരിക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, പത്മരാജന് ഇനി ഒരിക്കലും ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടി വരില്ല. അല്ലെങ്കിൽ അദ്ദേഹം കുറേ കണ്ടീഷൻ വച്ചിട്ടാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം എന്തെങ്കിലും വിഘ്നം, എന്തെങ്കിലും വയലേഷൻ വരുത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വരൂ. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് ഒരിക്കലും തന്നെ ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനും കുടുംബത്തിനും ഒരു പുതിയ ജീവിതം ആശംസിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.